മാതാപിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി ദുബായ് വിദ്യാഭ്യാസ കൗൺസിലുകൾ വിപുലീകരിക്കുന്നു. 2026-27 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാകും കൗൺസിലുകൾ നിലവിൽ വരിക. വിദ്യാഭ്യാസ രംഗത്തെ മാറ്റത്തിന് വിവിധ കൗൺസിലുകൾ പ്രയോജനകരമാകും എന്നാണ് KHDA പ്രതീക്ഷ. ദുബായിലെ നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി വിദ്യാഭ്യാസ മേഖലയിലെ സമൂഹ പങ്കാളിത്ത മാതൃക വികസിപ്പിക്കുകയാണ്. വിദ്യാർത്ഥികളോടൊപ്പം ആദ്യമായി മാതാപിതാക്കളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി കൗൺസിലുകൾ വിപുലീകരിക്കാൻ തീരുമാനമായി. ഈ അധ്യയന വർഷത്തിൽ ആരംഭിച്ച ദുബായ് സ്റ്റുഡൻസ് കൗൺസിലിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നീക്കം. 2026-27 അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ KHDA ദുബായ് പാരന്റ്സ് കൗൺസിലും ദുബായ് എഡ്യൂക്കേറ്റേഴ്സ് കൗൺസിലും ആരംഭിക്കും. ഓരോ കൗൺസിലിലും 15 അംഗങ്ങൾ ഉൾപ്പെടും. ദുബായിലുടനീളമുള്ള സ്വകാര്യ സ്കൂളുകളിലും ബാല്യകാല കേന്ദ്രങ്ങളിലും പഠനം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കിടാനും ആശങ്കകൾ ഉന്നയിക്കാനും ആശയങ്ങൾ സംഭാവന ചെയ്യാനുമുള്ള ഒരു വേദിയായി ഇത് പ്രവർത്തിക്കും. എമിറാത്തി കുടുംബങ്ങളിൽ നിന്നുൾപ്പെടെ പാരന്റ്സ് കൗൺസിലിലേക്ക് 152 അപേക്ഷകളും എഡ്യൂക്കേറ്റേഴ്സ് കൗൺസിലിലേക്ക് 160 അപേക്ഷകളും ലഭിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ക്ഷേമം, അധ്യാപന നിലവാരം, സ്കൂൾ സമൂഹ ഇടപെടൽ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൗൺസിലുകൾ KHDAയുമായും സ്കൂളുകളുമായും അടുത്തു പ്രവർത്തിക്കും. കുടുംബങ്ങൾ, അധ്യാപകർ, നിയന്ത്രണ ഏജൻസികൾ എന്നിവയ്ക്കിടയിൽ ശക്തമായ വിശ്വാസം വളർത്തിയെടുക്കുകയും മൊത്തത്തിലുള്ള പഠനാനുഭവം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.